എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓറഞ്ച് ജെല്ലി ഡെസേർട്ടാണ്. വിശപ്പും ദാഹവും അതുപോലെ ക്ഷീണവും മാറ്റാൻ കഴിയുന്ന ഒരു ഉഗ്രൻ റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. ആദ്യം ജെല്ലി ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് ഒരു ഓറഞ്ച് ജെല്ലി പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെ 1.25 ഗ്ലാസ് വെള്ളമെടുത്ത ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ മെൽറ്റാകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പരന്ന ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊരു ചെറിയ അരിപ്പയിലൂടെ വേണം അരച്ച് ഒഴിക്കേണ്ടത്. കാരണം ഇതിൽ മെൽറ്റാകാതെ കിടക്കുന്ന തരികളുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ജെല്ലി തണുത്തതിന് ശേഷം 1 മണിക്കൂർ സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് സെസ്റ്റ് എടുക്കണം. ഇതിലേക്കായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു ഓറഞ്ച് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് വേണം ചെയ്യേണ്ടത്. തൊലിയുടെ വെളുത്ത ഭാഗം വരാതെ നോക്കണം. അതിൻ്റെ ഔട്ടർ ലെയർ മാത്രം മതി. ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും സെസ്റ്റിൻ്റെ ആവശ്യം വരില്ല. ഇനി 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് എടുക്കാം. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം കട്ടകളൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇതാ ഇവിടെ നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ചെറിയൊരു കപ്പ് സാഗോ എടുത്തിട്ടുണ്ട്. സാഗോ അല്ലെങ്കിൽ സാബുദാന ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നല്ലതുപോലെ ബോയിൽ ചെയ്തെടുക്കണം. ചവ്വരി ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒരു അരിപ്പയിലൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അരിച്ചെടുത്ത ചവ്വരി ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2-3 നുള്ള് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കളർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. ഞാനിവിടെ എടുത്ത സാഗോ വലിയ സൈസിലുള്ളതാണ്. ഇതാ ഇവിടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തതിന് ശേഷം 3/4 ലിറ്ററോളം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാൽ ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഫ്ലോർ നല്ലതുപോലെ മിക്സായി തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. ഇത് 2-3 നുള്ളു മാത്രം ചേർത്താൽ മതി. കൂടുതൽ ചേർക്കരുത്. ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനും ഉണ്ട്. പിന്നെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുകയും വേണം. ഇവിടെ മിക്സ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി വലിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് എല്ലാം ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാഗോ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കൂട്ടിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ സാഗോ കട്ട കെട്ടി കിടക്കാൻ സാധ്യതയുണ്ട്. ഇതാ ഇവിടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞു. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ ഇവിടെ മിക്സ് കുറച്ചുകൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച ഓറഞ്ച് ജെല്ലിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ജെല്ലി കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ നേരമൊന്നും ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ വെളിയിലെടുക്കുകയായിരുന്നു. ഇനി ഈ കഷ്ണങ്ങളാക്കിയ ജെല്ലിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജെല്ലി ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കട്ടകൾ പൊട്ടാതെ വേണം മിക്സ് ആക്കേണ്ടത്. കാരണം ജെല്ലി അത്ര സ്ട്രോങ് അല്ല, സോഫ്റ്റായിട്ടാണ് എടുത്തത്. ഇനി കുറച്ച് ഓറഞ്ച് ജെല്ലികൾ കുരു നീക്കി കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ പുളിയുള്ള ഓറഞ്ച് ആണെങ്കിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ ഈ ഡെസേർട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജെല്ലി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്.
ഇത് ഗ്ലാസ്സിൽ പകർന്നോ അല്ലെങ്കിൽ ചെറിയ ബൗളിൽ ആക്കിയോ കഴിക്കാം. എങ്ങനെ കഴിച്ചാലും വളരെയധികം രുചികരമായിരിക്കും ഈ ഡെസേർട്ട്. ഈ ചൂടുകാലത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ദാഹവും ക്ഷീണവും അതുപോലെ ചൂടിന് ആശ്വാസവും തരുന്നതുമായ ഈ കിടിലൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് തരിക. അതുപോലെ പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.